തിരിച്ചു വന്നിട്ടുണ്ട്. നാട്ടുകൂട്ടത്തിനെയും പൊന്നു തമ്പുരാനെ ആനന്ദമായി കണ്ണൻ. നിനക്കിനി ഒരു ചിക്കേ ഉള്ളൂ, പിടിക്കണവരെ. നായാട്ടിനും പടക്കും. ഭക്തജനങ്ങളെ, അംഗത്തിനും പടക്കും കൂട്ടത്തിനും കുറിക്കും ആയാട്ടുകാര്യത്തിനും വരിവിളിക്കും എന്താണത്? കളിയാട്ടം, ഒറ്റക്കൊല. ഒന്നിനും കാണുന്നില്ലല്ലോ. അല്ല, അവിടെ പോയി. എന്നാല് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന മുട്ടായി ഞാൻ തന്നെ തിന്നാം. തെയ്യം ജോറായി എന്തത് കിട്ടിയ പരിചാരത്തെ അത് കുടിക്കാനാ. ഏതായാലും നിങ്ങൾ ടി വിയിൽ നിന്നും മൊബൈലിൽ നിന്നെല്ലാം ഇറങ്ങി വന്നല്ലോ, വെല്ലിച്ചിന് സന്തോഷായി. വെറുതെ അല്ല, ഓ നമ്മളെ ചെറുപ്പത്തില് ഫോണിലല്ലേ കളിച്ചതും വളർന്നതല്ല. നമ്മളെ ഇങ്ങനെ മുണ്ടക്കാവൽ പണിയെല്ലാം തീരണ്ടേ? നമസ്കാരം. നമസ്കാരം. ഞാൻ പുള്ളറോട് മുണ്ടക്കാലിന്റെ നവീകരണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടുണ്ടായി. പിന്നെ നമ്മളെ സമ്പർക്കം എന്തായി? പിന്നെ ആയില്ലേ, ഇനി കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ പറയാനില്ലത്.
ഞാൻ നിങ്ങളെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടുണ്ടായി. നമ്മളെ കിനാരൂർ കേന്ദ്ര പഞ്ചായത്ത് മുഴുവൻ നടന്നിട്ട് വരുന്ന വരവാണ്. ശേഷം വൈകിപ്പോയി. പിന്നെ നമ്മളെ സ്വന്തക്കാരാകുമ്പോ വലിയ പ്രശ്നമില്ലല്ലോ. എന്തില്ലപ്പാ, അത് സാറില്ല, നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കേണ്ടേ. അതേപ്പാ നമ്മള് നാട്ടുകാരെങ്കിലും നിങ്ങളോ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അല്ലടോ, നീ എപ്പോ ഗൾഫിൽ നിന്ന് വന്നത്? ഞാൻ വന്നിട്ട് 2 ആഴ്ച പ്രവാസിക്കുട്ടായ്മയുടെ ഭാഗമായിട്ട് ഞാനും ഉണ്ട്. നല്ല കാര്യം. അപ്പോ എല്ലാരും കൂടി ഒന്നിച്ചിരിക്കാൻ വേണ്ടിട്ട് തന്നെ ഇറങ്ങിയത്. അതെ, എനിക്ക് ദിവസം കുറച്ചല്ലേ ഉള്ളൂ. ശരി, കഴിഞ്ഞ കൊല്ലം പരദേവത തെയ്യമ്പാടി പിരിയുമ്പോ പ്രവൃത്തിക്കാരെ വിളിച്ചത് പറഞ്ഞത് ഇത് തന്നെയല്ലേ? എന്റെ ആരൂഢം ഇങ്ങനെ മതിയോ? വാസ്തവത്തിൽ അത് അന്നേ തീരുമാനമായതല്ലേ? ഇതിന്മേലെ എന്ത് തീരുമാനമാണ് നമ്മാട്ടാണ് വരാനുള്ളത്? വിഷ്ണുമൂർത്തിയുടെ പള്ളിയറ നവീകരണത്തിന്റെ കാര്യം നമ്മൾ ചിലർക്കാണ്, അല്ലെങ്കിൽ യോഗം നമ്മൾ ചിലർക്കാണ് കൈവന്നത് എന്ന് വിചാരിക്കാം. 38 കൊല്ലായ നമ്മള് പള്ളിയറ കെട്ടിയിട്ട് അതിന്റെ സമയം അതിക്രമിച്ചു. അതേപ്പാ, നല്ലോണം വൈകി. നമ്മൾ പ്രവാസികളെല്ലാം മാഞ്ഞു പിടിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാരും സജീവമായിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ടോ, പരദേവത എല്ലാം ശരിയാക്കി തരും. അതന്നെ നമ്മളെ ധൈര്യം. അപ്പൊ തമ്മാൻ്റെ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ടാവും. അത് ഒരു പ്രത്യേകം പറയണതാണ്. തെയ്യത്തിന്റെ കാര്യത്തിൽ പരപ്പമുണ്ടിയക്കാവിലെ തെയ്യായാലും ക്ലാവൂർ മുച്ചിലോട്ടായാലും കണ്ണൻകുന്നുമ്മയായാലും കാര്യമൂരായാലും എല്ലാത്തിലും തമ്പാനായിട്ട് മുമ്പിൽ എന്തുണ്ടാവും. ചെണ്ടക്കുട്ടി ഏടിയുണ്ടോ അതെല്ലാം തമ്പാന്റെ പരപ്പക്കാരൻ മാത്രമല്ല, ക്രാവൂർക്കാരനാണ്. അച്ഛൻ ഇവിടെ നെയ്യാമൃത്തെ ആളല്ലേ? നേരം വലിച്ചിട്ട് എത്രയോ കൊല്ലം നിലവിലെടുത്താളല്ലേ? എന്റെ മുൻജന്മ സുഹൃത്താപ്പാ. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ ക്ലാവൂർ കിരാതേശ്വര ക്ഷേത്രത്തിൽ കൽച്ചാട്ടായില്ലേ? അവിടെ ജേഗ പോകേണ്ട കുഞ്ഞുപോട്ട ധനുമാസം പോലെ തുടങ്ങിയ സപ്താഹാണെങ്കിൽ എന്താ അവിടെ സപ്താഹത്തിൽ മഴ ഇരിക്കുമ്പോഴേക്ക് 300 മീറ്റർ ചുറ്റളവിൽ പറഞ്ഞ വിശ്വാസമാണ്. ഇപ്പൊ പറയുമ്പോ തന്നെ അതായത് എവിടുന്നാന്ന് പറഞ്ഞറിയില്ല. ഈ ഭഗവാന്റെ കൃപാകടാക്ഷം കാരുണ്യ വർഷം പോലെ ഇടുങ്ങി പൊളിഞ്ഞ് മഴ 1 മണിക്കൂർ സമയം. അതേ പെരുകമനാ ഞാൻ നമ്മന്ന് വന്നപ്പോ ഈ ക്ലാവൂർ കിരാതേശ്വരന്റെ മുമ്പില് സപ്താഹത്തിന്റെ അവസാനം മഴ മാറി. ശ്രദ്ധാഭക്തിയോടുകൂടി ഉപാസിച്ചാൽ കടാശിക്കൂലേ? അതും മഴയുടെ രൂപത്തിൽ. അതല്ലേപ്പാ, പിന്നെ ഒരു അരിയാൾ കല്യാണം ഉണ്ടായിനി. ഓ, അത് ഭയങ്കരായിരുന്നു. ടിവിയിലും പത്രത്തിലൊക്കെ വന്നു. അതിന്റെ സങ്കല്പം തിന്നിപ്പാ. അത് എന്താ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞാല് ഈ മഹാവിഷ്ണു സങ്കല്പത്തിന്റെ അരയാൻ ഈ ആര്യവേപ്പ് ലക്ഷ്മി സങ്കല്പത്തിലാണ്. അപ്പൊ ഈ 2 സങ്കല്പങ്ങൾ തമ്മിലുള്ള പരിണയമാണ്. അതായത് മഹാലക്ഷ്മി സങ്കല്പത്തിലെ അരയാനും ലക്ഷ്മി സങ്കല്പത്തിലെ ആര്യവേപ്പും തമ്മിലുള്ള പരിണയം. അത് വലിയ വൈദിക താന്ത്രങ്ങളോട് നടക്കുന്നതാണ്. അപ്പൊ അന്നേരം വലിയൊരു സംഭവം ഉണ്ടായി. അതായത് വളരെ പൗരാണികമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഈ കിരാതേശ്വര ക്ഷേത്രം അടുത്ത കാലത്തായിട്ട് അത്രയും പ്രസിദ്ധിയൊക്കെ കുറഞ്ഞു പോയി എന്നൊരു ഭാഗ്യമുണ്ട്. കാരണം പുതിയ കാലമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെരുകമലയുടെ സപ്താഹം ഉണ്ടായത്. അപ്പൊ ഈ സപ്താഹം കേൾക്കാൻ വന്ന നാട്ടിലെ നാനാഭാഗത്തും വന്ന ആൾക്കാർ അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ പൗരാണികമായ ആചാര അനുഷ്ഠാനങ്ങളുടെ സമ്പന്നമായിട്ടുള്ളൊരു ക്ഷേത്രം ഈ തേജസ്വിനിയുടെ കരയിൽ ആലോചിച്ച് നോക്കണം. പാദം കഴുകുന്ന ഒരു ഗംഗാനദി പോലെ സങ്കല്പം. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ മഹിമൻ ലോകം മുഴുവൻ അറിഞ്ഞപ്പോ എത്ര ആള് വന്നത്? ഒരു 750 ആളെ പ്രതീക്ഷിച്ചത്. 750 ആൾക്കാർ പ്രതീക്ഷിച്ച, പക്ഷേ 2000 ഒന്നല്ല, 4 മണി കഴിഞ്ഞ് അതെല്ലാം ഉണ്ടായിരുന്നു. മലപ്പുറത്ത് നല്ല ആള് വന്നു പത്രത്തിൽ. പിന്നെ ആ സമയത്ത് ഇവിടെ വന്ന് ഈ മാതൃസമിതിയുടെ ഒരു പ്രവർത്തനം, അവരെ ആ ഒരു ശുഷ്കാന്തിയും അതുപോലെ സ്വീകരണവും ഇവിടെ യുവജനങ്ങൾ ആ കമ്മിറ്റിക്കാരും സ്വീകരണം കണ്ടിട്ട് പ്രാദേശിക കമ്മിറ്റികളെല്ലാം എല്ലാ കാര്യങ്ങളും കഴുകാനും സത്താത്തിനും. പിന്നെ തീരുമാനം ഏരിയല്ലേ? അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ ഒരു പുഴയും ഒരു മലയും ആ കൃഷിയെല്ലാം കൂടുമ്പോ എന്തൊരു ശനിമാസം മുതലേ തുടങ്ങിയ ആഘോഷ ചെറുപ്പക്കാരും മാതൃസമുദാരും പ്രവാസികളും ഭയങ്കരനെ. അതുപോലെ അടുത്ത ശ്രീകോവിലും തിരുമുറ്റും പരിസരം വളരെ വളരെ മനോഹരമാണ്.
പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര നല്ലതാണ്. അതുപോലെ അകത്താണെങ്കിൽ പിത്തള കൊണ്ട് പൊതിഞ്ഞ് വളരെയധികം മനോഹരമായിട്ട് ദേവലോകം പോലെ ഭയങ്കര ഭയങ്കര അതിശയായിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞിപ്പോ ഇരിക്കും. അല്ല അല്ല അതിൻ്റെ അടുത്ത് ഒരു കാര്യം വിട്ടു, നമ്മുടെ നാടകം കളിക്കണ്ടേ, പഠിച്ചോ? ഈ 21-ാം തീയതി മോദിക്കല്ലേ നമ്മുടെ നരസിംഹമൂർത്തി നാടകം. അതെ അതെ 21-ാം തീയതി അതിപ്പോ എന്ന് പറഞ്ഞാല് നമ്മളായിട്ട് ഈ നരസിംഹമൂർത്തിയുടെ ഐതിഹ്യം തെയ്യം നമ്മളെല്ലാം കാണാൻ പോകുന്നുണ്ട്. പരിദേവത വിഷ്ണുമൂർത്തി പറഞ്ഞിട്ട് ഇല്ലേ? അപ്പൊ ആ തെയ്യത്തിന്റെ കഥ ഒന്ന് തൽക്കാലം ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ നാടകം കാണാൻ എല്ലാവരും കാത്തിക്കുന്നുണ്ടോ? ഉഷാറാക്കണം. കയ്യൂടെ ആരയില്ലേ ഒറ്റക്കോലും, അതുപോലെ തന്നെ കീവേടി മുണ്ടിയല്ലേ തെയ്യമുണ്ടല്ലോ. അപ്പൊ അത് നമ്മളെല്ലാരും പോകുന്നുണ്ടല്ലോ. എന്നാലും മംഗളാരത്ത് വന്ന ദേവന ആർക്കും വലുത് അറിയോ? അതെ, പുരാണത്തിലെ നരസിംഹാവതാരവും ഈ പാലന്തായി കണ്ടും മംഗളാപുരത്ത് ദേവ നൂറുകണക്കിന് കാലികളും ഏക്കർ കണക്കിന് നിലവും അനേകം ബാല്യക്കാരും അളവില്ലാത്ത സമ്പത്തും കൊണ്ട് പേര് കേട്ട ദേശത്തിൻ്റെ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഗ്രാമക്ഷേത്രത്തിൽ അന്ന് കാളീ പൂജയും പാട്ടും നൃത്തവുമൊക്കെയായി ഒരു ഉത്സവം തന്നെയായിരുന്നു. नमस्तस्यै नमो नमः या देवी सर्वभूतेषु कान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः അന്നേ ദിവസം ഉറുപ്പിന്റെ മരുമകളും ക്ഷേത്ര ദർശനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു.
ഇതേ സമയം തറവാട്ടിലെ കാലികൾ മേയ്ക്കുന്ന ഒരു അനാഥ ബാലൻ കണ്ണൻ വിശപ്പ് സഹിക്കാതായപ്പോൾ വഴിയരികിൽ കണ്ട മൂവാണ്ടൻ മാവിൽ കയറി മാമ്പഴം ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. അടിയിലൊരു കയ്യബദ്ധം പറ്റിപ്പോയി. കുറുമാണ്ട കുറുപ്പിന്റെ അനന്തരവളുടെ നേർക്ക് നിന്റെ എച്ചിൽ വലിച്ചെറിയാൻ നിനക്ക് എങ്ങനെ തോന്നി? കാലി ചെക്ക, ഈ അനന്തരത്തിന് അറിയാണ്ട് ചെയ്ത് തെറ്റാ. കുറുക്കണ തമ്പുരാട്ടി. ഈ സംഭവം ഒടിപ്പും തൊങ്ങലും ചേർത്ത് അവൾ അമ്മാവന്റെ ചെവിയിലെത്തിച്ചു. ഉഗ്രകോപിയായ കുറുപ്പ് ആ പിഞ്ചുബാലന്റെ നേർക്ക് ആക്രോശിച്ചുകൊണ്ട് പാലിച്ചു. കുഞ്ഞിന്റെ മേത്തെച്ചില്ലെന്ന് മാത്രം നീ വളർന്നുവല്ല തെണ്ടിച്ചക്ക. കൊല്ലേണ്ടതാണ് നിന്നെ ഞാൻ. നാട്ടുകൂട്ടം മുഴുവനും കേൾക്കാനാ ഞാൻ ഈ പറയുന്നത്. ഈ തന്തയില്ലാത്തവന്റെ പ്രായം ഇനി ഞാൻ നോക്കിയെന്ന് വരില്ല. മേലാൽ നീരേശ്വരത്തോ അല്ലടം ദേശത്തോ അരികു നാട്ടിലോ ഇവന്റെ നിഴൽ പോലും പതിയാൻ പാടില്ല. ഇനി നീ ഈ വഴി വന്നാൽ ഒത്തി അരിയും ഞാൻ. ആട് കടത്തിവനെ. ശാസനകൾ നിറകണ്ണുകളോടെ കൈകൂപ്പിക്കേട്ട കേവലം 12 മയങ്ങി വീണു. ജപ്പ് നാട്ടിലെ തണ്ടാർ മാതാവ് എന്ന വൃദ്ധ കണ്ണന് വെള്ളവും ആഹാരവും കൊടുത്തു. ആ ബാലന് തന്റെ വീട്ടിൽ അവർ അഭയമേകി. കന്നുകാലികളെ മേച്ചും കണ്ണൻ അവിടെ നാളുകൾ കഴിച്ചുകൂട്ടി. ഭക്തവത്സലനായ ഭഗവാൻ മഹാവിഷ്ണു അവന്റെ നിഷ്കള ഭക്തിയിൽ സന്തുഷ്ടനായി അവൻ നേദിച്ച പാൽ മുഴുവനും കുടിച്ചുവത്രേ. ആ അമ്മയുടെ പാലന്തായി കണ്ണ എന്ന ചോദ്യത്തിലൂടെ അവൻ പിന്നീട് പാലന്തായി കണ്ണനായി എന്ന ഐതിഹ്യം.
ಪತ್ತನಾಲು ಲೋಕನು ಕಾಪುನಾರು ಭಗವಾನ್ ಶ್ರೀ ನರಸಿಂಹ ದೇವರನ್ನ ಕೃಪೆಟ್ಟು ನಮ್ಮ ಗ್ರಾಮದ ಸರ್ವೆಲ್ಲ ಸುಖ ಸಮೃದ್ಧಿಡು ಮೆರೆವಂದುಲ್ಲೆರು ನಮ ಮೋಕ್ಷನು ಪಡೆಯರ ನಮಕ್ ಶಕ್ತಿ ಜಿಂಜಾವನ ಸಂಕೀರ್ತನೆ ಸಂಗೀತ ಪ್ರದರ್ಶನ ನೃತ್ಯದ ಒಟ್ಟಿಗೂ ಆರತಿ ಬೊಕ್ಕ ದೀಪ ಪೂಜೆದ ಸೇವೆ ಮಲ್ತೊಂದು ದೇವರನ್ನು ಮೆಚ್ಚಿಸಾಗ ನಮ್ಮ ದುಂಬುದ ಪೀಳಿಗೆಗೆ ಸಂಪತ್ತು ಸಮೃದ್ಧಿ ತಿನಸಲೆದ ಒಟ್ಟಿಗೂ ಎಡ್ಡೆ ಜೀವನನು ಕೊರ್ದು ಆಶೀರ್ವಾದ ಮಲ್ಪುಗ. സന്തോഷത്തിന്റെ 12 തന്റെ സ്വപ്നത്തിൽ കണ്ണന് ഭഗവാന്റെ അരുളപ്പാടുണ്ടായി. പറയുമെന്ന് എനിക്കറിയില്ലമ്മേ. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഭഗവാനായിരുന്നു സ്വപ്നത്തിൽ. പക്ഷേ എന്താണെങ്കിലും ഈ അമ്മയോട് പറയൂ കണ്ണ. അമ്മേ, ഒരു വ്യാഴവട്ടക്കാലം പെറ്റമ്മയേക്കാൾ സ്നേഹവും സാന്ത്വനവുമേകിയ അമ്മയോടുള്ള കടപ്പാട് ഈ ജന്മം തന്നാലും തീരില്ല. ഭഗവാൻ തോന്നിച്ചത് നാട്ടിലേക്ക് തിരികെ പോകൂ എന്നാണ്. അമ്മ എനിക്ക് അനുവാദം തരില്ലേ? കണ്ണ, എന്റെ കാലം കഴിഞ്ഞാലും നീ ഇവിടെ തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാലും ഭഗവാന്റെ ഇച്ഛ നടക്കട്ടെ. ഏറെ വേദനയോടെ ഞാൻ നിനക്ക് യാത്രാമംഗളങ്ങൾ നേരുന്നു. നിന്റെ തിരിച്ചുവരവിനായി ഈ വൃദ്ധ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നീ എന്റെ സ്വന്തം മകൻ തന്നെയാണ് കണ്ണ. ഈ യാത്രയിൽ നിന്റെ തുണയ്ക്കായി ഈ ചുരികയും ചുറ്റോലക്കുടയും കയ്യിൽ കരുതുക. നരഹരി ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ.
കണ്ണൻ നേരെ ചെന്നത് തൻ്റെ കളിക്കൂട്ടുകാരനായ കനത്താടനെ കാണാനായിരുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കണ്ട കണ്ണനെ ഉച്ചഭക്ഷണത്തിനായി കനത്താടൻ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഏറെ സന്തോഷത്തോടെ കണ്ണൻ ആ ക്ഷണം സ്വീകരിക്കുകയും കുളിച്ച് യാത്രാക്ഷീണം തീർത്ത് വരാമെന്നേറ്റ് നീരാട്ടിനായി കദളിക്കുളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. എന്താ പാടത്ത് പണിയൊന്നുമില്ലേ? അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. നാട്ടുകൂട്ടത്തിനെയും പൊന്നു തമ്പുരാനെയും ധിക്കരിച്ചുകൊണ്ട് ആ തെണ്ടി ചക്കൻ കണ്ണൻ, പാലന്തായി കണ്ണൻ. ഈ കുറുപ്പിന്റെ വാക്ക് ധിക്കരിച്ചു നീ അല്ലണം നായ. നിനക്കിനി മാപ്പില്ല. അറിയില്ല പ്രായത്തിൽ ചെയ്ത ആ തെറ്റ് ഇതെങ്കിലും പുറത്തുവിടാ. ഈ ഉള്ളവരോട് ക്ഷമിച്ചൂടെ? ആ വഴക്കടാ, നിനക്കിനി ഒരു ശിക്ഷയേ ഉള്ളൂ. പിടിക്കടാ അവനെ. എനിക്കും എന്റെ കണ്ണനും പള്ളിയറ പണിത് കുടിയിരുത്തണം. എല്ലാവരും എനിക്കും എന്റെ കണ്ണനും പൂവും നീരും നൽകി പരിപാലിക്കണം. ഈ പരീക്ഷിച്ചാൽ പന്നകശാലിയായിരിക്കുന്ന ഞാൻ സംഹാരത്തിന്റെ മൂർത്തിയായി മാറും. കുറിപ്പ് അനുസരിച്ചോ, എന്റെ മനസ്സിൽ നിരൂപിച്ചോ. കോലം കെട്ടിയാടാനുള്ള രൂപവും ഭാവവും മലയ സമുദായത്തിൽപ്പെട്ട പാലായി കൃഷ്ണൻ പരപ്പേൻ എന്ന വിഷ്ണുഭക്തനായ യുവാവിന് സ്വപ്നത്തിൽ ഭഗവാൻ കാണിച്ചു. എന്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ലല്ലോ എന്റെ പരദേവതേ. കോലം കെട്ടിയാടാൻ എൻ്റെ ഉള്ളിൽ പൊന്നിലും വെള്ളിയിലും ആ ദിവ്യരൂപം കാണുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരൻ അതെങ്ങനെ? ഇന്ന് തറവാട്ടിലേക്ക് എവിടുന്നോ വന്ന ദിവ്യ തേജസ്സുള്ള ആ ബ്രാഹ്മണ ബാലൻ തെക്കിനിയിൽ ഓലമേഞ്ഞ പായിൽ കിടക്കാൻ ഉപദേശിച്ചത് എന്തിനാണാവോ? ഇനി അത് അവിടുന്ന് തന്നെയാണോ? ഹേ വിഷ്ണുമൂർത്തേ, അടിയന്റെ മനസ്സ്
മനസ്സ് പാകപ്പെടുത്തണേ ഭഗവാനെ. ഈ 14 ലോകവും ഈ ഹിരണ്യകശിപുവിന്റെ കാൽ കീഴിലായിരിക്കുന്നു. ദേവേന്ദ്രൻ എന്റെ കണ്ണിൽ പെടാതെ ഒളിഞ്ഞു നടക്കുന്നു. ഭൂമിയിലുള്ള എല്ലാവരും എന്നെ ഭയഭക്തി ബഹുമാനത്തോടെ താണുവണങ്ങുന്നു. ആസ്ഥാന ഗായകരും മാമുനിമാരും എന്നെ സ്തുതിക്കുന്നു. പക്ഷെ നീ, എന്റെ സ്വന്തം പുത്രനായ നീ, എന്നെ സ്തുതിക്കാതെ, എന്നെ പ്രകീർത്തിക്കാതെ ഏതോ നാരായണനെ സ്തുതിക്കുന്നു. അല്ലയോ മഹാരാജൻ, എല്ലാ ബഹുമാനത്തോടെയും ഞാൻ പറയട്ടെ, ദൈവത്തിന് സമാനനായി അങ്ങേ ആരാധിക്കാൻ മാത്രം എന്നോട് കൽപ്പിക്കാതിരിക്കൂ. ഭക്തവത്സലനായ ശ്രീ മഹാവിഷ്ണുവിന് തുല്യം മഹാവിഷ്ണു മാത്രം. നിർത്തുന്നതിന്റെ വിഡിതം. മഹാവിഷ്ണു പോലും അജയനായി മുന്നേറുന്ന എന്റെ മുന്നിൽ നാളിതുവരെ നിന്റെ നാരായണൻ വന്നിട്ടില്ല. പുത്ര പ്രഹ്ലാദ, നിന്റെ പിതാവ് ഈ ലോകം ജയിച്ചവനാണ്. നീ ആരാധിക്കേണ്ടതും ഈ ശക്തിയെ തന്നെയാണ്. ബ്രഹ്മാവിനെ ഘോര തപസ്സിനാൽ പ്രീതിപ്പെടുത്തി വരം വാങ്ങിയ ഈ ഹിരണ്യകശിപുവിനെ കീഴ്പ്പെടുത്തുവാനുള്ള മറ്റൊരു ശക്തി ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊരു അവതാരം നിന്റെ നാരായണന് പോലും സാധ്യമല്ല. അധർമ്മം ധർമ്മത്തിനുമേൽ അതിന്റെ ക്രൂരമുഖം കാട്ടിത്തുടങ്ങുമ്പോൾ തീർച്ചയായും നാരായണൻ അവതരിക്കും മഹാരാജൻ. നീ അതിൽ കിടക്കുന്നു പ്രഹ്ലാദ. രാജാതിരാജനായ എന്നെ അപമാനിക്കുന്ന നിനക്ക് ഞാൻ ഇനി മാപ്പു തരണമെങ്കിൽ ഒറ്റ വഴി മാത്രം. നീ നിത്യവും ജപിക്കുന്ന ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രത്തിന് പകരം ഓം നമോ ഹിരണ്യായ നമഃ. അരുത് മഹാരാജൻ. ഇല്ലെങ്കിൽ നിന്റെ പ്രായമോ നീ എന്റെ മകനാണെന്ന കാര്യമോ ഞാനിനി ചിന്തിക്കുകയില്ല. നമോ നാരായണായ. വിളിച്ചുകേട്ടവരെ, ഇനി നിനക്ക് മാപ്പില്ല. പ്രഹ്ലാദ, നീ ഓർത്തോ, നരനോ നരിക്കോ, രാത്രിയോ പകലോ, ഭൂമിയിൽ വെച്ചോ ആകാശത്ത് വെച്ചോ, പുറത്തു നിന്നോ അകത്തു നിന്നോ, കൈകൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ, പക്ഷി മൃഗാദികൾക്കോ, എന്തിന് ഈ വരങ്ങൾ നൽകിയ ബ്രഹ്മന് പോലും എന്നെ വധിക്കുവാൻ സാധ്യമല്ല. ഈ ഹിരണ്യനിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നിന്റെ നാരായണൻ വരുമോ എന്ന് എനിക്കറിയണം. വിളിക്ക് നിന്റെ നാരായണനെ, ഇല്ലെങ്കിൽ പറ അവൻ എവിടെയുണ്ടെന്ന്. മഹാരാജൻ, എന്റെ ഹരി ഈ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലുമുണ്ട്. ഭക്തിയാകുന്ന കണ്ണുകൊണ്ട് എനിക്കത് കാണാം. എന്നാൽ ആദ്യം അവനെ ഭഗവത്ഗീതാവാം. ഇന്ത്യയും മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലുമുള്ളവനല്ലേ. ഈ തൂണിലാണോ അതിന്റെ ഹരി? ഇതിലാണോ? ഈ തൂണിലും കാണും നിന്റെ ഹരി.
നരസിംഹമൂർത്തി ഞാൻ കണ്ടു. എട്ടുദിക്കും എട്ടുമാകുച്ചത്തിൽ സ്തംഭം കിടന്ന് ഭീഭത്സമായ രൂപഭാവത്തോടെ ദുഷ്ടനാം ഹിരണ്യകശിപുവിന്റെ മാറിടം വിളർന്ന് രുധിരം നുകർന്ന നരഹരി ഭഗവാൻ ദേവഗന്ധർവ യക്ഷ കിന്നര അപ്സരസുകൾ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ ശാന്തസ്വരൂപനായി ബുദ്ധമനസ്മിതം വിളിച്ചു. അങ്ങനെ ചരിത്രവും ഐതിഹ്യവും ഇഴപിരിക്കാനാവാത്ത വിധം കാലഗതിയിലെ നിത്യവസന്തമായി ജനമാനസങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ സാക്ഷാൽ നരഹരി ഭഗവാൻ തന്നെയാണ് ഭക്തനാമ പ്രഹ്ലാദന് മുന്നിൽ ഉഗ്ര നരസിംഹമായി അവതരിച്ചത്. ശ്രീ നരസിംഹമൂർത്തി. ഭദ്രം മൃത്യോർമൃത്യും നമാമ്യഹം.